ഇന്ന് പരിശുദ്ധമാക്കപ്പെട്ട നോമ്പ് 26 അഥവാ 27-ാം രാവ് ലൈലത്തുൽ ഖദറിനെ ഏറ്റവും അധികം നമ്മൾ പ്രതീക്ഷിക്കപ്പെടേണ്ട ദിവസം. നമ്മുടെ പൂർവ്വശ്രുതികളായ മഹത്തുക്കളൊക്കെ പറഞ്ഞത് 27-ാം രാവിനെ ലൈലത്തുൽ ഖദർ ആകാൻ സാധ്യത കൂടുതലാണെന്നാണ്. എത്രത്തോളം വെച്ചാൽ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചുവല്ലോ, ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസക്കാലം രാവും പകലും ഇബാദത്ത് ചെയ്ത പ്രതിഫലം കിട്ടുന്ന രാവായി നമ്മൾ പരിഗണിക്കപ്പെടേണ്ട, അല്ലെങ്കിൽ കാണപ്പെടേണ്ട, അല്ലെങ്കിൽ പ്രതീക്ഷിക്കപ്പെടേണ്ട ദിവസമാണ് ഇന്നത്തെ ദിവസം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഒരു രാവ് നമുക്ക് ഹയാത്താക്കാൻ സാധിച്ചാൽ, അഥവാ ലൈലത്തുൽ ഖദറിന്റെ രാവിനെ നമുക്ക് ഹയാത്താക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെങ്കിൽ 83 വർഷക്കാലം രാവും പകലും ഇബാദത്ത് ചെയ്ത പ്രതിഫലം കിട്ടും അത്രേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറയുവാൻ വേണ്ടി സ്വഹാബത്തിന്റെ ചാരത്തേക്ക് വരുമ്പോൾ രണ്ടുപേര് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നതായി കണ്ടു. ആ സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ നിന്നുകൊണ്ട് ഈ ലൈലത്തുൽ ഖദറിന്റെ അറിവിനെ ഉയർത്തപ്പെട്ടു എന്നുള്ളതാണ് ചരിത്രം പറയുക. അതുകൊണ്ട് ലൈലത്തുൽ ഖദർ 27-ഉം 29-ഉം മാത്രമേ നമ്മൾ ഇനി ബാക്കിയുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ഒറ്റ രാവെങ്കിലും ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.